അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, വിശുദ്ധ ഇസ്ലാം നന്മകളുടെ, സുഹൃതങ്ങളുടെ കേദാരമാണ്, ലോകമാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഏതൊരു നന്മയും നാളെയുടെ ലോകത്ത് നമുക്കനുകൂലമായി കിട്ടണമെങ്കിൽ നിബന്ധനകൾ ഒക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യമെന്നോണം സ്വീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നന്മകളും സ്വീകരിക്കപ്പെടാൻ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരു നന്മയിലും അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ ബറക്കത്തും നമുക്ക് കിട്ടണം എന്നത് അനിവാര്യമായ ഒന്നാണ്. നമ്മുടെ താൽപ്പര്യങ്ങൾ കൊണ്ടോ നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടോ അത് കിട്ടണമെന്നില്ല. ഒരു കാര്യം നമ്മൾ അറിയിക്കുന്നിടത്തും നമുക്ക് വേണ്ടി ചെയ്യുന്നിടത്തും എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യുന്നിടത്തും അള്ളാഹുവിൻ്റെ സഹായവും അവനിൽ നിന്നുള്ള ബർക്കത്തും വളരെ അനിവാര്യമാണ്. ഈ കാര്യത്തിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളിൽപ്പെട്ട ഒന്ന്, അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ള ഒരു കാര്യം, അള്ളാഹുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങുക എന്നതാണ്. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുക എന്നത് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. എന്തിനാണത്? തബറുക്കം ബിഹാ, അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ബർക്കത്താണ് തേടുന്നത്. വസ്തിശ്ആറൻ അന്നല്ലാഹ സുബ്ഹാനഹു ഹുവൽ മുയസ്സിറു ലിദാലിക്കൽ അമൽ വൽ മുഈനു അലൈഹി, അള്ളാഹുവാണ് ഈ കാര്യത്തിൽ എനിക്ക് സഹായം നൽകുന്നവൻ, അള്ളാഹുവാണ് എളുപ്പം നൽകുന്നവൻ എന്ന് നമുക്ക് അറിയാനാണ്, നമുക്ക് തന്നെ ആ കാര്യം അനുഭവിക്കാനാണ്. മഹാനായ ഇബ്നു ബത്താൽ റഹിമഹുല്ലാ സൂചിപ്പിച്ച ഒരു കാര്യം ആണിത്. അതുകൊണ്ട് തന്നെ എത്ര ചെറിയ ഒരു പ്രവൃത്തിയാകട്ടെ, ചെറിയ ഒരു വാക്കാകട്ടെ, ചെറിയ ഒരു അറിയിപ്പാകട്ടെ, അത് മതപരമാകട്ടെ, സാമൂഹികമായ നിർദ്ദേശമാകട്ടെ, ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ അത് തുടങ്ങുക. ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറഞ്ഞ ഒരു കാര്യം നോക്കൂ നിങ്ങൾ. ബിസ്മില്ലാ എന്ന് വളരെ ലഘുവായ നിലക്ക് ഉച്ചരിക്കാനുള്ള എളുപ്പം നൽകിയത് ലിഅന്നൽ ഇസ്തിഅമാല ഇന്നമാ കസുറ ഫീഹി എന്നാണ്. അത് ഉപയോഗിക്കൽ അത്രയും അധികമാണ്. പല സന്ദർഭങ്ങളിലും നമുക്ക് അത് ഉപയോഗിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാ എന്നത് ബിസ്മില്ലാ എന്ന രൂപത്തിലേക്ക് ലഘുവായ നിലക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി പ്രാർത്ഥനകളിൽ നമുക്ക് ബിസ്മി കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആരാധനകൾ ആരംഭിക്കുന്നിടത്ത് ബിസ്മി നമുക്ക് കാണാൻ സാധിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അറിയിപ്പുകളിൽ, എഴുത്തുകളിൽ, കരാറുകളിൽ, അതുപോലെ ഓരോ സന്ദർഭങ്ങളിലും അത് കൃത്യമായി സ്ഥാനം പിടിച്ചത് കാണാൻ സാധിക്കും. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബറക്കത്തും അള്ളാഹുവിൻ്റെ സഹായവും നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ വേഗത കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ പരമാവധി ഈ കാര്യം ശ്രദ്ധിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.